സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, ഞാൻ സാറിൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. സഫാരിയുടെ ഒരു അഡിക്ഷൻ എന്ന് പറയുമല്ലോ, അതേപോലെ ഞാനിപ്പോൾ അത് കണ്ടുകണ്ടിട്ട് ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് എൻ്റെ ഒരു സജഷൻസ് പറയാനാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് രണ്ടുപേര് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു നമ്മൾ റേപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഇന്നലെ മിഞ്ഞാന്നെങ്ങാനും ആണ് ഒരു വയോധികയെ ഒരു പയ്യനെ റേപ്പ് ചെയ്തത്. ഒരിക്കലും ഒരു വേശ്യാലയം പണിതത് കൊണ്ട് ആ ഒരു ബിഹേവിയർ മാറില്ല. ഇപ്പോൾ വണ്ടി ആക്സിഡൻറ്റ്സ് നടക്കുന്നു, തമ്മി കൊലപാതകം നടക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വണ്ടികൾ കൂട്ടി വെച്ചിട്ട് ഇടിക്കാനുള്ള മത്സരമോ അല്ലെങ്കിൽ തല്ലാനുള്ള മത്സരം നടത്തിയതുകൊണ്ട് കാര്യമില്ല. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മള് ഡിപ്രഷൻ നമുക്കുണ്ട്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പനി വരുന്നു, ഇതേപോലെ തന്നെ എന്തുണ്ട്, സെക്ഷൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അത് മെയിൽസിനും ഉണ്ട് ഫീമെയിൽസിനും ഉണ്ട്. പലരും എന്തുണ്ടെങ്കില ട്രീറ്റ് ചെയ്യുന്നില്ല. ഒന്നാമത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒത്തിരി സ്റ്റിഗ്മാസ് ഉണ്ട്. ക്വസ്റ്റ്യൻ അല്ല, ഇതിപ്പോ ഈ ഒരു സാഹചര്യത്തില് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ രണ്ടുപേരെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എന്റെ ഒരു കടമയാണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. റേപ്പ് പ്രശ്നത്തിന് പരിഹാരമാർഗം വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരു കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു സർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു രീതിയുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, അവരോട് അടുക്കുമ്പോൾ അത്. അപ്പൊ എവിടെ നമ്മൾ സ്പേസ് കാണിക്കണമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ റീൽസിനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനും നമ്മൾ സെക്ഷുവലി ഹരാസ് ചെയ്യാനും നമ്മൾ ഭയങ്കര എടുക്കാം. ഈ ഓരോ കാര്യത്തിനും നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഇപ്പൊ ഒരാൾ സംസാരിക്കണം, ഒരാൾ നല്ലൊരു കാര്യത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് റിപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കുക. ആ സ്പേസ് ഇപ്പൊ ഞാനാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് എന്നുള്ള ആ ഒരു സ്പേസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇനിയുള്ള തലമുറയിൽ നമ്മളാണിത് ഗോത്രൂ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മാറണം. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും പലരുടെ ഉള്ളിലുണ്ടാവും ഒരു പെണ്ണ് വേറൊരു രീതിയിൽ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, പെണ്ണ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ എന്തും ചെയ്യാന്നുള്ളത് അത് ലേഡീസിൽ അടക്കമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഓരോരുത്തർ നോക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഭയങ്കര പുരോഗതിയൊക്കെ പറയേ റീൽസിലൊക്കെ, അത്യാവശ്യം ഫേമസ് ആണ്, ആരുടെ പേര് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് ഇടും, പറതയിടും. ഞാൻ ജസ്റ്റ് പറതിട്ട് ഒരു ഫോട്ടോ ഇട്ടു. എന്നോട് നീ ഇപ്പോഴാണ് ഒരു മനുഷ്യനായത്, ഇപ്പോഴാണ് എന്നെ നോക്കാൻ പറ്റുന്നത്. പുറത്ത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ജനറലൈസ് ചെയ്തിട്ട് ബെസ്റ്റാന്ന് പറയുമെങ്കിലും ഇവരുടെ ഉള്ളിൽ ഇതാണ്. ഫസ്റ്റ് അത് മാറ്റണം. നമ്മളുടെ ഡ്രസ്സ് അല്ല ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എവിടെ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇനി അതല്ല, നമുക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ നമുക്കറിയാം നമുക്കത് പനിയാണെന്ന്. നമ്മുടെ ഈ ഫീലിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യാം, അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കുക. ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഫുഡ് ബാക്കിയുള്ളത് പോലെ തന്നെ നമ്മുടെ സെക്സ് എന്നുള്ളത് നമ്മളുടെ നീഡാണ്, ലൈഫ് നീഡാണ്. ഒരു ഡിസോർഡർ ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും സെക്സ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ ചോദ്യം ചോദിച്ചൊരിക്കൽ മേലാൽ ഈ ചോദ്യം ചോദിക്കുന്നില്ല സർ. സർ ഇവിടെ എന്റെ പേര് റാബിത്ത്, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ ടൂറിസം മേഖലയിൽ